ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നഗരസഭ പാലക്കാട് 28ാം ഡിവിഷൻ 170 നമ്പർ നവീകരിച്ച അംഗനവാടിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ പി. സുരേന്ദ്രൻ നവീകരിച്ച അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ പാലക്കാട് 28ാം ഡിവിഷൻ 170 നമ്പർ നവീകരിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി. സുരേന്ദ്രൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ കേന്ദ്രമെന്നോ ആരോഗ്യ കേന്ദ്രമെന്നോ വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ 41 ഡിവിഷനിലായി 58 അംഗൻവാടികൾ ഇപ്പം നിലവിലുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം വേണമെന്നുള്ളതാണ്. 58 അംഗൻവാടികളിൽ 54 അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലമുള്ളത് കൊണ്ടാണ് അങ്ങനെ കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി 4 അംഗൻവാടിക്ക് കൂടി കെട്ടിടം നിർമ്മിക്കാനുണ്ട്. അത് സ്ഥലമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അംഗൻവാടി കുട്ടികളുടെയും കൗമാരപ്രായക്കാരായ ആളുകളുടെയും ഗർഭിണികളുടെയും പോഷകാഹാരക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ നിർബന്ധിതമായിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള ഫണ്ട് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കും. ഡിവിഷൻ കൗൺസിലർ ധന്യ നിതിൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൺവീനർ നിതിൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. അരവിന്ദാക്ഷൻ, അംഗൻവാടി ടീച്ചർ ശോഭ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അംഗൻവാടിയിൽ ഹെൽപ്പറായി ജോലി ചെയ്തിരുന്നതും ഇപ്പോൾ പ്രമോഷൻ ലഭിച്ചിട്ടുള്ളതുമായ ലൂസി ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. You are watching VCV News.